ഒരു സാധാരണ പൂവൻകോഴി അതിനെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇല്ലെന്ന് തോന്നാം, അല്ലേ? എന്നാൽ മഞ്ജുനാഥൻ എഴുതിയ രംഗൻ എന്ന കോഴിരാജാവ് എന്ന ഈ കഥ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെയൊരു ചിന്തയിലേക്കാണ്. നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് മംഗലം എന്നൊരു ഗ്രാമത്തിലാണ്. അവിടെ കുട്ടികൾ എപ്പോഴും പാടി നടക്കുന്നൊരു പാട്ടുണ്ട്, ഓടി വിളയാട് പാപ്പാ. ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ശാന്തമാണ്, സന്തോഷം നിറഞ്ഞതാണെന്ന് തോന്നും. പക്ഷേ ഈ നിഷ്കളങ്കതയ്ക്ക് പിന്നാലെ വരാനിരിക്കുന്നത് എന്താണെന്ന് ആരും അറിയുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. ആരാണ് ഈ കഥയിലെ ഹീറോ എന്ന് നോക്കാം, അല്ലേ? ഇതാണ് രംഗൻ. വീട്ടിലെല്ലാവരും സ്നേഹത്തോടെ കൊക്കരക്കോ എന്നാ വിളിച്ചിരുന്നത്. ഇതൊരു സാധാരണ വളർത്തുമൃഗമായിരുന്നില്ല കേട്ടോ. ആ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലെ അവരുടെ സന്തോഷത്തിന്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു രംഗൻ. അവന്റെ ലോകം വളരെ സിമ്പിളായിരുന്നു, പക്ഷേ ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. ദിവസവും കുട്ടികളുടെ കൂടെ കളിക്കും, അടുത്തുള്ള കുളത്തിൽ പോയി നീന്തും, വൈകുന്നേരമാവുമ്പോഴേക്കും തിരിച്ചു കൂട്ടിലെത്തും. കുട്ടികൾ അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുമ്പോഴുള്ള ആ ഓട്ടമൊക്കെ ഉണ്ടല്ലോ, ആ വീട്ടിൽ നിറയെ ചിരിയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്തോഷമൊന്നും അധികകാലം നീണ്ടു നിന്നില്ല. ആ ലോകം പെട്ടെന്ന് തകരാൻ പോവായിരുന്നു. ഒരു ദിവസം ആ വീട്ടിലെ ചിരിയെല്ലാം പെട്ടെന്ന് നിന്നു. കാരണം രംഗനെ കാണാനില്ല. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എവിടെ പോയി? ആ സന്തോഷമെല്ലാം മാറി, എല്ലാവർക്കും ആധിയായി. അങ്ങനെ അവരെല്ലായിടത്തും തിരയാൻ തുടങ്ങി. ആദ്യം തന്നെ നോക്കിയത് അമ്പലത്തിലാണ്. അവിടെ കാണാതായപ്പോ രംഗന് നീന്താൻ ഏറ്റവും ഇഷ്ടമുള്ള ആ കുളക്കരയിലേക്ക് ഓടി. അവിടെയുമില്ല. പിന്നെ ഗ്രാമത്തിലെ പാടങ്ങളിലൂടെയെല്ലാം അവർ നടന്നു തിരന്ന്. അവസാനം ഒരു പ്രതീക്ഷയുമില്ലാതെ അടുത്തുള്ള കാട്ടിലേക്കും പോയി. പക്ഷേ രംഗനെ എവിടെയും കണ്ടെത്താനായില്ല. അവര് കാട്ടിലും പാടത്തുമൊക്കെ തിരഞ്ഞു നടക്കുമ്പോ ആ സത്യം ഒളിഞ്ഞിരുന്നത് വീടിന്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു. അടുക്കളയുടെ അടുത്തുള്ള തോട്ടത്തിൽ നിന്ന് അവർക്കൊരു സൂചന കിട്ടി, രംഗന്റെ കുറച്ച് തൂവലുകൾ. അപ്പോ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. മുതിർന്നവരൊരു കള്ളം പറഞ്ഞു, കീരി കൊന്നതാണെന്ന്. പക്ഷെ ആ വീട്ടിലെ മൂത്ത മകൻ ആ നിശബ്ദതയെ പൊട്ടിച്ചെറിഞ്ഞു. അവൻ നേരെ ചോദിച്ചു, നമ്മളിതിനെ കൂട്ടുകാരെ പോലെയാ വളർത്തുന്നെ, എന്നിട്ട് വിരുന്നുകാര് വരുമ്പോ കറിവെക്കാൻ നിങ്ങൾക്കൊരു ദയയുമില്ലേ? പക്ഷേ ആ വീട്ടിലെ ഇളയ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവൾക്ക് പ്രാർത്ഥിക്കാനേ അറിയുമായിരുന്നുള്ളൂ. എന്റെ രംഗൻ എവിടെയാണേലും അവനെ കാത്തോളണേ. ആ നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെ കഥയുടെ ഒരു ഭാഗം ഇവിടെ തീരുകയാണ്. പക്ഷേ രംഗന്റെ കഥ ഇവിടെ തീരുന്നില്ല, യഥാർത്ഥത്തിൽ തുടങ്ങുന്നതേയുള്ളൂ. അപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഥയിലെ ഒരു വലിയ ട്വിസ്റ്റാണ്. രംഗന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതും, പക്ഷെ അല്ല. കഥ മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവിടെ രംഗൻ എടുക്കുന്ന ഒരു നിലപാടുണ്ട്, അതാണ് ഈ കഥയുടെ കാതൽ. അങ്ങനെ രംഗൻ എത്തുന്നത് ചിത്രഗുപ്തന്റെ മുന്നിലാണ്. അവിടെ എല്ലാ ആത്മാക്കളും, അത് മനുഷ്യരാവട്ടെ, സിംഹമാവട്ടെ, ആടാവട്ടെ, എല്ലാവരും വെവ്വേറെ വരികളിൽ നിൽക്കുകയാണ്. അതാണ് അവിടത്തെ നിയമം. പക്ഷേ രംഗൻ ആ നിയമമൊന്നും നോക്കിയില്ല. അവൻ ആ ക്രമം തെറ്റിച്ച് നേരെ മനുഷ്യരുടെ ക്യൂവിന്റെ മുന്നിലേക്ക് പറന്നു ചെന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. അവിടുത്തെ നിയമങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി. രംഗന്റെ ഈ ധൈര്യം കണ്ടപ്പോ ചിത്രഗുപ്തൻ അത്ഭുതമായി. അദ്ദേഹം രംഗനോട് 3 ആഗ്രഹങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. 1, ഒരു രാജകുടുംബത്തിൽ മനുഷ്യനായിട്ട് ജനിക്കണം. 2, മനുഷ്യർക്ക് എല്ലാ ജീവികളോടും ദയ തോന്നണം. 3-മത്തേത്, അങ്ങനെ താൻ ഭരിച്ച് കാരുണ്യം നിറഞ്ഞ ഒരു നല്ല കാലമുണ്ടാക്കണം. ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3 ആഗ്രഹങ്ങൾ. അപ്പോ ആ ആഗ്രഹം ഫലിച്ചു തുടങ്ങി. റിംഗിന്റെ ആ ഒരൊറ്റ ആഗ്രഹം ലോകത്തെ മാറ്റിമറിക്കാൻ തുടങ്ങുകയാണ്. ആ മാറ്റം എങ്ങനെയാണുണ്ടായതെന്നറിയാമോ? ഒരു വിദ്യാർത്ഥി ഒരു കാഴ്ച കാണുന്നു. 2 ആടുകളെ വളരെ ക്രൂരമായി കൊണ്ടുപോവുകയാണ്. അതിന്റെ കാലുകളൊക്കെ നിലത്ത് ഒരഞ്ഞ്. പണ്ടൊക്കെയായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ കാഴ്ചയായി ആളുകൾ കണ്ടില്ലെന്ന് നടിച്ചേനെ. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ആ കാഴ്ച കണ്ടപ്പോ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. അവന്റെ മനസ്സിൽ രംഗന്റെ ആഗ്രഹം പോലെ ഒരു ദയ നിറഞ്ഞു. അവൻ വെറുതെ നോക്കി നിന്നില്ല. അവൻ നേരെ പോയി ഗവൺമെന്റിനൊരു ഇമെയിൽ അയച്ചു. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ മാറ്റം കൊണ്ടുവന്നത് വലിയൊരു യുദ്ധമോ പ്രക്ഷോഭമോ ഒന്നുമല്ല. ഒരൊറ്റ കുട്ടിയുടെ ഒരൊറ്റ ഇമെയിൽ. ആ ഒരു ഇമെയിൽ ഒരു വിപ്ലവം തന്നെ തുടങ്ങിവെച്ചു. രാജ്യത്ത് പുതിയ നിയമങ്ങൾ വന്നു. മാംസം വിൽക്കുന്നത് നിരോധിച്ചു. ഒരു ജീവിയെയും കൊല്ലാനോ വിൽക്കാനോ പാടില്ല. എന്തിന്? മരങ്ങളെപ്പോലും ജീവനുള്ളതായി കണ്ട് ബഹുമാനിക്കണം. അങ്ങനെ കഥയൊരു വൃത്തം പൂർത്തിയാക്കുകയാണ്. നമ്മൾ തിരിച്ചുപോകുന്നത് കഥ തുടങ്ങിയ അതേ സ്കൂളിലേക്കാണ്.
അവിടെ കുട്ടികൾ ഇപ്പോഴും ആ പഴയ പാട്ട് തന്നെയാ പാടുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പണ്ട് അവര് പാടിയിരുന്നത് കൊത്തി നടക്കുന്ന കോഴിയെ കൂട്ടിക്കളിപ്പിക്കൂന്നായിരുന്നു. ഇപ്പോ ആ വരികൾ മാറിയിരിക്കുന്നു. കൊത്തി നടക്കുന്ന കോഴിയോട് ദയ കാണിക്കൂ എന്ന്. കണ്ടോ, പാട്ടൊന്നു തന്നെ, പക്ഷെ അർത്ഥം മുഴുവനായി മാറി. ആ ലോകത്തിലെ ആളുകളുടെ മനസ്സിൽ വന്ന മാറ്റമാണ് ആ പാട്ടിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോ ഈ കഥ നമ്മളോട് എന്താ പറയുന്നത്? ഒരൊറ്റ ചെറിയ ശബ്ദത്തിന്, ഒരു പൂവൻ കോഴിയുടെ ആഗ്രഹത്തിന് ലോകത്തിന്റെ പാട്ട് തന്നെ മാറ്റിയെഴുതാൻ പറ്റി. ഈ കഥ വായിച്ചു കഴിയുമ്പോൾ മഞ്ജുനാഥനാർ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ലോകത്തിനു വേണ്ടി നമ്മൾക്ക് പാടാൻ കഴിയുന്ന ആ പുതിയ പാട്ട് എന്തായിരിക്കും?